ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ്. അപ്പൊ ഞാൻ കണ്ട മട്ടാഞ്ചേരിയാണ് ഞാൻ നിങ്ങളിൽ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം പുരാവസ്തുക്കളുടെ ഒരു വലിയ ശേഖരണം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സൗണ്ട് വെക്കോ? ഇതും അതാണോ? ഇത് പേഴ്സൺ. ഇതിലും സൗണ്ട് വരും. അല്ലേ? റിലാക്സിങ് സൗണ്ട്. ഇത് ഈ സെയിം പരിപാടി തന്നെ. സ്റ്റിക്ക് വെച്ചിട്ട് ആ സ്റ്റിക്ക് ഇതല്ലേ? റബറിലുള്ള സൗണ്ട് വരില്ല. അപ്പൊ ഇതിലേക്ക് സൗണ്ട് വരും. സെയിം സാധനം. പെട്ടെന്ന് ഈ പുരാവസ്തുക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോവാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. ഇപ്പൊ കൊച്ചിയിലാണ് മട്ടാഞ്ചേരി വരുന്നത്. കേരളത്തിലെ കൊച്ചിയിലെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. നഗരമധ്യത്തിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജൂത ക്വാർട്ടറിലെ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു പരദേശി സിനഗോഗ് ഉൾപ്പെടെ ചരിത്രവും സാംസ്കാരികവുമായ നിരവധി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ മട്ടാഞ്ചേരിയിലുണ്ട്. കൊച്ചിൻ ജൂതന്മാർക്കും പരദേശി ജൂതന്മാർക്കും പുറമെ മട്ടാഞ്ചേരി കൊങ്കണികളുടെയും ഗുജറാത്തികളുടെയും ആവാസ കേന്ദ്രമാണ്. മട്ടാഞ്ചേരിയിലെ ഗുജറാത്തി തെരുവ് ഗുജറാത്തികളുടെ ഒരു സാംസ്കാരിക ചിഹ്നമാണ്. ജൂതത്തെരുവ്, നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിനെ എല്ലാം മൊത്തത്തിൽ പറയുന്നത് ജൂതത്തെരുവെന്നാണ്. പരദേശി സിനഗോഗ് ചുറ്റുമുള്ള പ്രദേശം ജൂതത്തെരുവ് എന്നറിയപ്പെടുന്നു. ഒരുപാട് ഈ തടികൾ കൊണ്ടും അതായത് കല്ലുകൾ കൊണ്ടും
ഒക്കെ നിർമ്മിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല, പണ്ട് കാലത്ത് കണ്ടെത്തിയ ഒരുപാട് ആന്റിക്കുകൾ ഇവിടെ കിട്ടും കേട്ടോ. അതായത് നമുക്ക് വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ ആന്റിക്കുകൾ, പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതും, പിന്നെ അമ്പലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയതും, അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് തള്ളും, അത്രയ്ക്ക് ആന്റിക്കുകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് അവിടെ. ഭയങ്കര രസമുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും. പോവാത്തവരുണ്ടെങ്കിൽ പോയി നോക്കണം കേട്ടോ. നമുക്ക് ഇതൊക്കെ വാങ്ങാനും പറ്റും, പിന്നെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാം കേട്ടോ. അപ്പൊ നമ്മൾ വിദേശികളാണെന്ന് അറിയുമ്പോൾ മാത്രമേ അവര് വില ഭയങ്കരമായിട്ട് കൂട്ടി പറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മലയാളികളാണ് പോകുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും പല പല സാധനങ്ങൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുകളുണ്ട്, ഈ നല്ല നല്ല വെറൈറ്റി മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. വൈബ്രേഷൻ നോർമൽ വാച്ച് വന്നിട്ട് തന്നെയാണ് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റും. ബോട്ടിങ്ങിന്റെ പാക്കേജുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഭയങ്കര രസമാണ്. അതായത് ബോട്ടും പിന്നെ ഈ കായലും പിന്നെ അപ്പുറത്ത് ഉള്ള കാഴ്ചകളും ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മട്ടാഞ്ചേരിയിലോട്ട് പോകുന്നത്.
ഇത് കണ്ടോ, ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഈ വേറെ സ്ഥലത്തുള്ള ആൾക്കാരാണ് വിൽക്കുന്നത്, പക്ഷെ എല്ലാവർക്കും മലയാളമൊക്കെ അറിയാം, അത്യാവശ്യം മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട് കടക്കാരൊക്കെ. ഇത് കണ്ടോ, നല്ല നല്ല സ്കേർട്ടുകള്, അതായത് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം. പിന്നെ ചന്ദനത്തിരികള്, പെർഫ്യൂം, പിന്നെ ഈ ആഭരണങ്ങള്, മാല, വള, കമ്മല്, അങ്ങനെയുള്ളത് എല്ലാം ഉണ്ട്. ഇവിടെയാണ് ബോട്ടിങ്ങിന്റെ ടൈം. കണ്ടോ, ഈ സമയങ്ങളിലൊക്കെയാണ് എറണാകുളത്തോട്ടും ഈ മട്ടാഞ്ചേരിയിൽ നിന്ന് എറണാകുളത്തോട്ടും ഒക്കെയുള്ള ബോട്ടിംഗ് സൗകര്യം വരുന്നത്. അവിടുന്ന് നമുക്ക് നേരെ എറണാകുളത്ത് നിന്ന് ബോട്ടില് മട്ടാഞ്ചേരിയിൽ വന്നിറങ്ങാം. നല്ല നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ. കുർത്തി ആയാലും മറ്റേ ട്രഡീഷണൽ വെയർ ആയാലും മോഡേൺ ഡ്രസ്സുകളായാലും പിന്നെ ഇതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഒരുപാടുണ്ട്. ഇതിന്റെ ഒന്നും റേറ്റ് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഇത് നല്ല ഒറിജിനൽ ലെതർ ആണ്. ഈ ബാഗൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒറിജിനൽ ആണ്. നല്ല ഫോട്ടോ പോയിന്റ് ആണ്. എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഫ്രെയിം ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല നല്ല അടിപൊളി ഫ്രെയിം ഉണ്ട്. ഈ ചുവരിലൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ കണ്ട പണ്ട് കാലത്തെ ബിൽഡിങ്ങുകളാണ് എല്ലാം. പക്ഷെ അതൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ അകത്തെല്ലാം ഈ ആന്റിക്കിന്റെ കേന്ദ്രങ്ങളാണ്. അപ്പൊ ഇവര് ഇതിനെ ക്ലീൻ ചെയ്യുന്നതും അതിന്റെ പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കും. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, പെയിന്റിങ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ എല്ലാം. നമുക്ക് എന്ത് വേണമെങ്കിലും, അതായത് നമുക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റിയ ഭംഗിയുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ആന്റിക് രീതിയിൽ, നമ്മുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്ക് വയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി, മട്ടാഞ്ചേരിയിലോട്ട്. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും അവിടുത്തെ ഈ ആന്റിക്കിന്റെ ഒരു കളക്ഷൻ. പിന്നെ റേറ്റ് ഒന്നും ഞാൻ ചോദിച്ചില്ല, ഇതിന്റെ ഒന്നും റേറ്റ് ഒന്നും ചോദിച്ചില്ല. അപ്പം റേറ്റ് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, ഒരുപാട്. നമുക്ക് ഇങ്ങനെ കണ്ട് നിൽക്കാൻ തോന്നും. ഞാനൊന്നും ഇതുവരെ ഇത്രയും വലിയ ഒരു കളക്ഷൻ കണ്ടിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. വിളക്കുകളായാലും പിന്നെ ദേവിയുടെ വിഗ്രഹങ്ങളായാലും ഗണപതിയുടെ, അങ്ങനെ പല 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 ഒരുപാട് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? പലതിന്റെയും പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അവര് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാത്തിൻ്റെ ഒന്നും പറഞ്ഞു തരത്തില്ല, ഒന്നോ രണ്ടോ ഒന്നിന്റെ പറഞ്ഞു തരും. നമ്മൾ വാങ്ങാനായിട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമായിരിക്കും, അവർ പറഞ്ഞു തരും. മട്ടാഞ്ചേരി ആക്ച്വലി കണ്ടോ, ഇതൊക്കെ കൊണ്ട് എന്ത് ഭംഗിയാണ്. മട്ടാഞ്ചേരി ആക്ച്വലി ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ.
നമുക്ക് ഒരു നമ്മൾ ഒരു വേറൊരു സ്ഥലത്ത് പോയ ഒരു പ്രതീതിയാണ് തോന്നുന്നത്. നമ്മൾ എറണാകുളത്തിന്റെ ആ സിറ്റി ലൈഫിൽ നിന്നും മാറി വരുമ്പോൾ വേറൊരു ലൈഫാണ് ഇവിടെ നമ്മൾ കാണുന്നത്. റെസ്റ്റോറന്റുകൾ, കഫേകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട്. ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടുന്നൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കടകളാണ്. ഇവിടുന്ന് നമ്മുടെ വിദേശത്തോട്ടും ഗൾഫ് രാജ്യങ്ങളിലോട്ടും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുമായിരിക്കും അവര്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. ആ ഒരു തെരുവ് മൊത്തം ഇത് തന്നെയാണ്. തൂക്ക് വിളക്ക്, പിന്നെ സാധാ വിളക്കുകള്, പിന്നെ നമുക്ക് ഈ ഹാങ് ചെയ്യാൻ പറ്റിയ പല പല സാധനങ്ങളുണ്ട്. അപ്പൊ നിങ്ങള് പോയി നോക്കിയാലേ അതിന്റെ ആ ഒരു ഭംഗിയും പിന്നെ വാങ്ങാനുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി വാങ്ങാനും പറ്റുള്ളൂ കേട്ടോ. എറണാകുളം ജില്ലയിൽ നിന്ന് അതായത് 10 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ എക്സാക്ട്. എറണാകുളം ജില്ലയല്ല, സോറി, എറണാകുളം സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ. ഇതുകൊണ്ടോ, ഇതിന്റെ വലിപ്പം കണ്ടിട്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയി. അണ്ടാവാണെന്ന് തോന്നുന്നു ഇതിനെ പറയുന്ന പേര്. ഭയങ്കര വലിപ്പാട്ടാ. നമുക്ക് ഒരു 5-6 പേർക്കൊക്കെ ഇത് ഭക്ഷണം ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല ഇതിനെ കുറിച്ചൊന്നും, ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ഇത് ഒരു ഹോട്ടലിലോട്ടാണ് പോണ കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകുന്ന 2 വശങ്ങളിലും ഈ ദൈവങ്ങളുടെ, ഭഗവാന്മാരുടെ വിഗ്രഹങ്ങളും അങ്ങനെ 2 സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാത്രി വ്യൂ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഈ മട്ടാഞ്ചേരി തെരുവ് അടിപൊളിയായിരിക്കും. നമുക്ക് പോയി ഇരിക്കാനും ഹാങ് ഔട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ് നേരെ ചെല്ലുന്നത്. അപ്പൊ ഈ ഇതിന്റെ സൈഡിലൊക്കെ ആണെന്ന് പറഞ്ഞാല് നല്ല അടിപൊളി ഭംഗിയാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനും കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കാനും നല്ല പച്ചപ്പൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ അത്രയും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ നമുക്ക്.
ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയായിരുന്നു എനിക്ക് മട്ടാഞ്ചേരി പോകണം. അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇപ്പം ആണ് എനിക്ക് നടന്നത് മട്ടാഞ്ചേരിയിലോട്ട് പോകാൻ. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കായലൊക്കെ കണ്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം, ഒരു അടിപൊളി സ്പോട്ടാണ്. ഇവിടുന്ന് നോക്കുന്ന കാഴ്ചയാണെങ്കിൽ ഭയങ്കര രസമാണ്, ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ. അതിമനോഹരമല്ലേ? ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇത് കുപ്പികൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു എന്തോ എൻട്രൻസ് ആണ്. അടിപൊളിയല്ലേ കാണാൻ? കല്ലിലുള്ള ആമ. തടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആനയാണ്. ചെറിയ ചെറിയ പീസുകൾ, തടിയുടെ ചെറിയ ചെറിയ പീസുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസുകളുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒക്കെ പോയിരിക്കാം. ഞങ്ങൾ അവിടെ കുറെ സമയം ഇരുന്നായിരുന്നു. ഇത് കണ്ടോ, ചുണ്ടൻ വെള്ളമാണേ ഇത്. ചുണ്ടൻ വെള്ളം കണ്ടോ, നീളമുള്ളതും പ്രത്യേകതകളോട് കൂടിയതുമായ ഒരുതരം വള്ളമാണ് പാമ്പ് വെള്ളം അല്ലെങ്കിൽ ചുണ്ടൻ വെള്ളം എന്ന് പറയുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക പ്രതീകമാണ് ചുണ്ടൻ വള്ളം. അഗ്രഭാഗം ഉയർന്നു നിൽക്കുന്നതിനെയാണ് ചുണ്ടൻ വള്ളം എന്ന് വിളിക്കുന്നത്. അപ്പം ഭയങ്കര ലെന്താണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചുണ്ടൻ വള്ളം കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല.
തന്നെ കണ്ടിട്ട് അതിശയിച്ചു പോയി. കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു സാംസ്കാരികമായ ഒരു സാധനമാണ് ഈ വള്ളം എന്ന് പറയുന്നത്, ഈ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് മോശം തന്നെയാണ്. കാരണം ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത്. മട്ടാഞ്ചേരിയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇതിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.